നമസ്കാരം, ഏവർക്കും പൈത്തണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സംഖ്യയുടെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യയെ മറ്റ് സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണം. അങ്ങനെയുള്ള സംഖ്യകളെയാണ് ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫാക്ടറുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള പ്രോഗ്രാമാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഒരു സംഖ്യ എൻ്റർ ചെയ്യണം. ആ സംഖ്യ എൻ്റർ ചെയ്യുമ്പോൾ എക്സ് എന്ന വേരിയബിളിലോട്ടാണ് പോകേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ്, അതിനകത്ത് നമ്മൾ എൻ്റർ എ നമ്പർ എന്ന് കൊടുക്കുക. എൻ്റർ എ നമ്പർ കൊടുത്തു, അതായത് എക്സിലോട്ട് സ്വീകരിച്ചു. ഇനി ഇതിൻ്റെ ഫാക്ടറുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഒരു കൗണ്ടിങ് വേരിയബിൾ എടുക്കണം. ഫോർ ലൂപ്പ് കൊടുക്കുക. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ്, ഐ ഇൻ റേഞ്ച് ഓഫ് എവിടെ വരെ തുടങ്ങണം? 1 തുടങ്ങണം. കാരണം 1 അതിൻ്റെ ഒരു ഫാക്ടറാണ്. എവിടെ വരെ പോകണം? എക്സ് വരെ പോകണം. കോളനിട്ട് ഈഫ്, ഇനി എക്സ് എന്ന നമ്പറിനെ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടണം. എക്സ് മോഡ് ഐ ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രം ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം പ്രിൻ്റ് ഐ. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. ഇവിടെ ഒരു വര കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ നമ്പർ 9 അടിച്ചു. 9നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 0 ആണ് വരുന്നത്. പക്ഷേ ഇവിടെ 9 വന്നിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ എക്സ് വരെ പോകണമെന്ന് പറഞ്ഞപ്പോൾ 8 വരെ പോളൂ. നമ്മൾ ഇൻപുട്ട് ചെയ്ത നമ്പർ എത്രയോ അതിനേക്കാളും 1 കുറവാണ് ഇവിടെ പോയിരിക്കുന്നത്. അപ്പോൾ എക്സ് വരെ പോകണമെങ്കിൽ നമുക്കിവിടെ x+1 എന്നുള്ള കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 9 എന്നുള്ള ഫാക്ടർ കൂടി വരും. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതാണ്. എൻ്റർ എ നമ്പർ 9 ഉണ്ടോ? 1, 3, 9 എന്നിവ ഇതിൻ്റെ ഒരു ഫാക്ടറികളാണ്. അപ്പോൾ ഇതെന്താണ് ഇവിടെ ചെയ്തതെന്ന് അറിയാനായിട്ട് നമുക്കിവിടെ ഒരു പ്രിൻ്റ് കൊടുത്താൽ മതി. പ്രിൻ്റ് ഫാക്ടേഴ്സ് ആർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രിൻറ്റും കൂടി കിട്ടുന്നതായിരിക്കും. റൺ ചെയ്ത് നോക്കാം. റൺ. എൻ്റർ എ നമ്പർ 9. ദ ഫാക്ടേഴ്സ് ആർ 1, 3, 9. കിട്ടി. എത്ര വലിയ സംഖ്യ കൊടുത്താലും ഇത് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സംഖ്യ കൊടുക്കുകയാണ്. വലിയ സംഖ്യേൻ്റെ ഉണ്ടോ ഫാക്ടേഴ്സ്. വലിയ സംഖ്യ ആകുമ്പോഴത്തേന് സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ സമയം എടുത്ത് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.